ഇപ്പോൾ നമുക്ക് നിലമ്പൂരിലെ മറ്റു വിശേഷങ്ങൾ കൂടി പങ്കുവെക്കേണ്ടതുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ ശരത്തും കുട്ടനും ഒക്കെ ചേരുന്നുണ്ട് നമ്മളോട് സംസാരിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ അവരിലേക്ക് കൂടി പോകാം, നിലമ്പൂരിൻ്റെ സമഗ്രമായ കാഴ്ചകൾ ഒപ്പിയെടുക്കാം. ശരത്തേട്ടാ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ ഞങ്ങളിങ്ങനെ നിലമ്പൂരിൻ്റെ വിശേഷങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതിനിടയ്ക്കാണ് നിങ്ങൾ ജോയിൻ ചെയ്തത്. ഇപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ ചില സർപ്രൈസുകൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രേക്ഷകരോട് നേരിട്ട് പറഞ്ഞു. അതെ 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 ഒരു കോട്ടയം സർപ്രൈസ് ഉണ്ട്. ആ കോട്ടയം സർപ്രൈസിലേക്ക് പോകുന്നതിന് മുമ്പ് രാവിലെ ഷമ്മിയും അതുപോലെ നൃപ്പനും ഒക്കെ നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ വിശേഷങ്ങൾ, തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ പറയുകയായിരുന്നു. അതിനു മുമ്പ് നാടിനെ നടുക്കിയ ദുരന്തങ്ങളിലൂടെ, അതിൻ്റെ വിശദാംശങ്ങളിലൂടെ, അതിൻ്റെ അന്വേഷണത്തെക്കുറിച്ചൊക്കെ മനു സംസാരിച്ച് ഗുഡ് മോർണിംഗ് കേരളമായി കൊണ്ടുപോകുന്നതൊക്കെ ഞങ്ങളൊക്കെ കാണുകയായിരുന്നു. അപ്പോൾ ഈ നിലമ്പൂരിലേക്ക് മടങ്ങി വന്നാൽ രാവിലെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെയും നല്ല മഴയായിരുന്നു. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി എത്തി പ്രചാരണം അതിൻ്റെ ആവേശകരമായ അവസാന ദിവസങ്ങളിലേക്ക് പോകുന്നതാണ് നിലമ്പൂരിൽ നിന്ന് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ച ഇന്നുമുണ്ട്. മുഖ്യമന്ത്രി ഇന്ന് 2 പരിപാടികൾ 2 പഞ്ചായത്തുകളിലുണ്ട്. നാളെയും ഇവിടെയുണ്ട് 3 പരിപാടികൾ. അങ്ങനെ മണ്ഡലത്തിലാകെ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ. അവിടെയെല്ലാം സ്ഥാനാർത്ഥി സ്വരാജ് ഓടിയെത്തുന്നുണ്ട്. ഇരുവരും ഒന്നിച്ച് മറ്റു നേതാക്കളും ഒക്കെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളും ഒക്കെയുള്ള പരിപാടി ഒരു ഭാഗത്ത്. മറുഭാഗത്ത് UDFും ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. പ്രിയങ്ക ഗാന്ധിയാണ് അവരുടെ അവസാന ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട നേതാവായി എത്തിയിട്ടുള്ളത്. പ്രചാരണ രംഗത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. അത് അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഏറ്റവും ശക്തമായ വിഷയങ്ങളൊക്കെ മറ്റുരയ്ക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ മത്സരം നിലമ്പൂരിൽ ഇടതുമുന്നണി വിഷയങ്ങൾ അവതരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയതിലൂടെ സംഭവിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ നേട്ടങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ സർക്കാർ അവതരിപ്പിക്കുന്നു. ഇടതുമുന്നണി പ്രവർത്തകർ അത് താഴെത്തട്ടിലേക്ക് ശക്തമായി ഏറ്റെടുക്കുന്നു. പ്രതിപക്ഷത്തെ നയിക്കുന്ന കോൺഗ്രസ്സിന് നിരവധി വിഷയങ്ങൾ പ്രതിരോധത്തിലാവുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂരിൽ. ഇത്രയും പറഞ്ഞത് ഒരു സർപ്രൈസിനെ അടുത്ത് നിർത്തിയിട്ടാണ്. നേരത്തെ മനു പറഞ്ഞതുപോലെ കോട്ടയം സർപ്രൈസ് എന്ന് പറയാൻ കാര്യം മനുവിനു കൂടി വേണ്ടി പറഞ്ഞതാണ്. മനസ്സിലായി കാണുമല്ലോ അല്ലേ? എനിക്ക് മനസ്സിലായി. ഞങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. അതെ 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 അതുകൊണ്ട് അതെ അതെ അപ്പോൾ ആ കോട്ടയം സർപ്രൈസ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സഹകരണ, ദേവസ്വം, തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവനാണ്. മനു ഉള്ളതുകൊണ്ടാണ് ഞാൻ കോട്ടയം സർപ്രൈസ് എന്ന് പറഞ്ഞത്. മിനിസ്റ്റർ രാവിലെ പുറത്തേക്ക് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുകയായിരുന്നു. അതിനിടയിൽ നമ്മുടെ കൂടെ ചേരുന്നു. ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ. ഗുഡ് മോർണിംഗ്. കുട്ടനും ഉണ്ടേ. കുട്ടനും മനു ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കോട്ടയംകാർ എവിടെ ചെന്നാലും കോട്ടയംകാർ തന്നെയാണ്. അതെനിക്കറിയാവുന്നുണ്ടല്ലോ. ഞാൻ തുടക്കത്തിൽ അത് പറഞ്ഞു ചേട്ടാ, ഇന്ന് വാസവൻ ചേട്ടൻ ഉണ്ടോ എന്നൊരു സംശയിച്ചിട്ടാണ് മനു തന്നെ മോർണിംഗ് ഷോക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരുമ ഒരിക്കലും നഷ്ടപ്പെടില്ല കേട്ടോ മനു. ഇന്നയല്ല, എവിടെ ചെന്നാലും കോട്ടയത്തുകാരുണ്ടെന്ന് കോട്ടയത്തുകാർക്ക് ഒരു വിചാരമുണ്ട്. അല്ല, ഇവിടെ താമസിക്കുന്ന വീട് തന്നെ കോട്ടയംകാരല്ലേ? അത് മനസ്സിൽ വെച്ചോണ്ടാണ് ഞാൻ പറയാം. എവിടെ ചെന്നാലും, ലോകത്ത് എവിടെ ചെന്നാലും കോട്ടയത്തുകാരുണ്ടെന്ന് കോട്ടയത്തുകാർക്കൊരു വിചാരമുണ്ട്. അതെ, മലയാളി മനുഷ്യൻ എവിടെയുണ്ടോ അവിടെ മലയാളി ഉണ്ട്, മലയാളി എവിടെയുണ്ടോ അവിടെ കോട്ടയംകാരുണ്ട്. അപ്പോൾ ആ ഒരുമ എല്ലായിടത്തും ഞങ്ങൾ പ്രകടിപ്പിക്കും. പക്ഷേ പ്രത്യേകിച്ച് ഞങ്ങൾ 3L സിറ്റി എന്നാണ് അറിയപ്പെടുക, എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ 3L സിറ്റിയുടെ ഒരു പ്രാധാന്യം എല്ലായ്പ്പോഴും ലോകം ശ്രദ്ധിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് അക്ഷരനഗരി ഉൾപ്പെടെ ഞങ്ങൾ അഭിമാനത്തോടെയാണ് എന്നും കോട്ടയത്തെ കാണുക. കുട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ ഇവിടെ വരുമ്പോഴും നിലമ്പൂരിൽ വരുമ്പോഴൊരു കോട്ടയം ആംബിയൻസ് ഉള്ള, കോട്ടയം പശ്ചാത്തലത്തിലുള്ള ഒരു വീട്ടിലാണ് മന്ത്രി താമസിക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ കുട്ടൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇന്നത്തെ ഒരു ദിവസം പ്രചാരണ രംഗത്ത് എങ്ങനെയൊക്കെയാണ് മിനിസ്റ്റർ അങ്ങയുടെ പരിപാടികളും അതുപോലെ മുന്നണിയെ സംബന്ധിച്ച്? പൊതുവിൽ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ കാലവർഷം കലിതുള്ളുന്നെങ്കിൽ പോലും പ്രചരണ പ്രവർത്തനങ്ങളിൽ എങ്ങും എവിടെയും ആവേശകരമായ അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിശിഷ്യ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂടി അവസാന റൗണ്ടിലേക്ക് വന്നതോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യത്തിനുടെ ക്യാമ്പുകളെല്ലാം വളരെ ആവേശഭരിതമായി, കാലവർഷമൊന്നും അവർക്കൊരു പ്രശ്നമല്ല. ഞങ്ങൾ ഇന്നലെ പോയ വഴിക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള വിവിധ തലങ്ങളിലെ പണിയെടുക്കുന്നവരുടെ സങ്കേതങ്ങളിൽ അവർ മഴക്കോട്ടുമൊക്കെ ധരിച്ചു നിന്ന് പണിയെടുക്കുമ്പോൾ പോലും ഞങ്ങളെ കേൾക്കാൻ വേണ്ടി മഴ നനഞ്ഞു നിന്ന് വളരെ ആവേശപൂർവ്വം, ആകാംക്ഷാപൂർവ്വം വന്ന് കാര്യങ്ങൾ കേൾക്കുന്ന ഒരവസ്ഥ ഇന്നലെ കാണാനുള്ളത്, ഇന്നലെ പോയ പ്രദേശങ്ങളിൽ. അതേപോലെ തന്നെ നമ്മൾ വിവിധ തലങ്ങളിൽ, ഇപ്പോൾ കവലകളിലായിരുന്നാലും, ബസ്സുകളിലായിരുന്നാലും, അങ്ങാടികളിലായിരുന്നാലും, റെയിൽവേ സ്റ്റേഷനിലായിരുന്നാലും, എവിടെ ചെന്നാലും സ്വരാജിന് അനുകൂലമായ ഒരു പ്രതികരണം പൊതുവിൽ ജനങ്ങളിൽ ഉയർന്നു വരുന്നൊരു ആവേശകരമായ ഒരു അന്തരീക്ഷമുണ്ട്. അതുകൊണ്ടിവിടെ ആഷാഢമാസത്തിൻ്റെ കാർമേഘമൃതമായ അന്തരീക്ഷമൊന്നും
ഇവിടെ പ്രശ്നമല്ല. തെരഞ്ഞെടുപ്പിൻ്റെ ഏതാണ്ട് തീച്ചൂള എന്ന രൂപത്തിലേക്ക് ഉയർന്ന് ആവേശകരമായി ഉയർന്നു മുന്നോട്ട് വരുമ്പോൾ എങ്ങും എവിടെയും ആവേശകരമായ അന്തരീക്ഷം വളരെ ചൂടോടുകൂടി മുന്നോട്ട് വരുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി, സ്വരാജിന് അനുകൂലമായി, അത് കക്ഷി രാഷ്ട്രീയ ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും കാണുന്ന ഒരന്തരീക്ഷം. അത് എടുത്തു പറയാൻ കാരണം മറ്റൊരു ഭാഗത്ത് ജാതിക്കോമരവാടമ്പിളിൽ വർഗീയവാദികളെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു സഖ്യം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് വരുന്നൊരു നീക്കത്തെ പൊതുവിൽ മതനിരപേക്ഷ കേരളം ഏറ്റവും അവജ്ഞയോടുകൂടി തള്ളിക്കളയുകയും മതേതര ജനാധിപത്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യമാണ് ശരി എന്ന് പറയുന്ന രൂപത്തിലേക്ക് വിവിധ സംഘടനകൾ മുന്നോട്ട് വരികയും ചെയ്യുന്ന രൂപത്തിലേക്കുള്ള അന്തരീക്ഷവും ഈ മണ്ഡലത്തിൽ കാണാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് അഭിമാനകരമാണ്. ഇതിനകത്ത് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ സാധാരണ ഗുഡ് മോർണിംഗ് കേരളം എന്ന് പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ആണെങ്കിൽ വാസവേട്ട നമ്മൾ എപ്പോഴായാലും ലൈവിൽ കൊണ്ടുവരും. ഇത്തവണ പക്ഷെ അത് കിട്ടിയതേ ഇല്ല. കാരണം വെച്ചാൽ ഇവരൊക്കെ ഗ്രൗണ്ടിലാണ്. ഒരു തരത്തിലും ഒരു ചാനലിൻ്റെ മുന്നിൽ പോലും വരാൻ പറ്റാത്ത പാകത്തിൽ അത്രയും ഗ്രൗണ്ടിൽ മന്ത്രിമാർ, MLA മാർ, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഗ്രൗണ്ടിൽ ഈ ഫീൽഡിലാണ്. അപ്പോൾ ഈ സാധാരണ മനുഷ്യരുടെ ഇടയിലേക്ക് നിലമ്പൂരൊക്കെ നമുക്കറിയാം വളരെ സാധാരണക്കാരുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ അവിടെ ഏറ്റവും താഴെത്തട്ടുള്ള ജനങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ എന്താണ് അവർക്കുള്ളൊരു പ്രതികരണം? LDF സർക്കാർ മന്ത്രിയൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ പല കാര്യങ്ങളും നിങ്ങളോട് പറയാനുണ്ടാവും. മന്ത്രിമാരോടൊക്കെ അവർ ഒരിക്കൽ ചെല്ലുമ്പോൾ അവർ ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ആസ്വദിച്ച സൗകര്യങ്ങളെക്കുറിച്ച് നല്ല ബോധവാന്മാരാണ് പാവങ്ങൾ താഴെത്തട്ടിലുള്ളവരെല്ലാം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും അതേപോലെ തന്നെ മറ്റ് താഴെത്തുള്ള സ്കീം വർക്കേഴ്സിൻ്റെയും മറ്റ് കുടുംബശ്രീയുടെയും എല്ലാം മുമ്പിൽ ചെല്ലുമ്പോൾ അവരെല്ലാം ആഹ്ലാദത്തിമിർപ്പോടെയാണ് ഈ ഗവൺമെൻറ് പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്നത്. എന്തെല്ലാം പോരായ്മയുണ്ടെങ്കിലും ഞങ്ങളുടെ പെൻഷൻ കൃത്യമായി കിട്ടുന്നുണ്ടല്ലോ, അതിനെ പരിഹസിക്കാനും ഞങ്ങളെ അപമാനിക്കാനും കോൺഗ്രസ് നേതാക്കന്മാർ മുന്നോട്ട് വരുമ്പോഴും ഞങ്ങളത് ഏറെ അഭിമാനത്തോടെയാണ് ഈ ഗവൺമെൻറ് ആ പ്രവർത്തനങ്ങളെ കാണുന്നത് എന്ന് എടുത്തു പറയുന്ന സദസ്സുകൾ ഞങ്ങൾ കണ്ടു. അതോടൊപ്പം തന്നെ പട്ടയം ഒരു കാലഘട്ടത്തിൽ ലഭ്യമാകാത്ത രൂപത്തിൽ പട്ടയം ലഭിച്ചതിൻ്റെ ആഹ്ലാദം പ്രകടിപ്പിച്ച ചില കോളനികളിൽ നില പോയപ്പോൾ കണ്ടു. മറ്റ് ചില സങ്കേതങ്ങളിൽ പോയപ്പോൾ ഈ റോഡ് നമ്മുടെ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ഇത്രയധികം ഹൈവേ BMBC നിലവാരത്തിൽ വന്ന മറ്റൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്ന് പൊതുജനങ്ങൾ പറയുന്ന സാഹചര്യം വരുന്നു. മറ്റ് ചില പാലങ്ങൾ, പശ്ചാത്തല സൗകര്യങ്ങൾ ഒക്കെ തന്നെ ഒരുക്കിയെടുത്ത് ഇടതുപക്ഷ ജനാധിപത്യം ചെയ്ത പ്രവർത്തനങ്ങൾ എടുത്തു പറയുന്നു. മീൻസ് അതിപ്പോൾ നമ്മളൊക്കെയും യാത്ര ചെയ്യുമ്പോൾ നന്നായി മനസ്സിലാവുന്നൊരു കാര്യം കൂടിയാണ്. ഈ റോഡുകളുടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ആകെ വികസനം അതുപോലെ പ്രതിഫലിക്കുന്നുണ്ട് നിലമ്പൂരിലൂടെ പോകുമ്പോൾ. നിശ്ചയമായും ഒരു ഗവൺമെൻറ്റിൻ്റെ താഴെ ഗ്രാമീണ നിലവാരത്തിലുള്ള ജനങ്ങളുടെ മുമ്പിൽ ആദ്യത്തെ മുഖം എന്ന് പറയുന്ന സഞ്ചാരയോഗ്യമായ പാതയാണ്. അത് വളരെ മനോഹരമായി BMBC നിലവാരത്തിൽ ചെയ്തു കിടക്കുന്നത് കണ്ടപ്പോൾ അവരിവിടെ കേരളത്തിലാണോ താമസിക്കുന്നത് തോന്നുന്ന രൂപത്തിൽ എന്നുവെച്ചാൽ മറ്റ് ചില ഉന്നതമായ സിറ്റികളിലൊക്കെ പോയപ്പോൾ മുമ്പ് കണ്ടിട്ടുള്ള അതേ മനോഹരമായ പാതകൾ ഇതാ മലയോര ഹൈവേ വന്ന് നിലമ്പൂർ വഴി പോകുമ്പോൾ അവരെത്ര അഭിമാനത്തോടു കൂടിയാണ് ആ വിഷയത്തെ നോക്കിക്കാണുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. അതുപോലെ ചില സ്കൂളുകളുടെ ഈ കാലഘട്ടത്തിലെ പുരോഗതിയും ഞാനിതിൽ 2-3 സ്കൂളുകളുടെ അന്തരീക്ഷത്തിൽ പോകാനിടവന്നു. മുമ്പത്തേക്കാളേറെ കുട്ടികൾ ആ സ്കൂളുകളിലേക്ക് വരുന്ന അന്തരീക്ഷം വർണ്ണക്കൂടാരം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ സ്കൂളുകളിലും കാലയെക്കൂട്ടി തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ, അവർക്ക് പാഠപുസ്തകം നേരത്തെ കിട്ടാൻ, സമയത്ത് പരീക്ഷ നടത്താൻ ഒക്കെ കഴിഞ്ഞ അന്തരീക്ഷത്തെ അവർ അഭിമാനത്തോടെയാണ് കാണുക. ഒരു താരതമ്യം മിനിസ്റ്റർക്ക് എളുപ്പത്തിൽ കണക്റ്റ് ആവുന്നത് പറയാം. ഇപ്പോൾ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി പഠിച്ച സ്കൂള് LDF സർക്കാർ വന്നതിന് ശേഷം സ്മാർട്ട് ക്ലാസ് റൂമുകളും ഹൈടെക് ക്ലാസ് മുറികളും ഒക്കെയായി അതിനെ മികവുറ്റതാക്കിയത് വലിയ ചർച്ചയായിരുന്നു. ഇവിടെയും സമാനമായ അനുഭവമുണ്ട്. ആര്യാടൻ മുഹമ്മദ് പഠിച്ച മാനവേദൻ സ്കൂളിനെ LDF സർക്കാരാണ് ആധുനിക സ്കൂളാക്കി മാറ്റിയത് എന്ന് പറയുന്നൊരു ചർച്ച നാട്ടുകാരിൽ നിന്ന് ഞാൻ ഈ പരിപാടി ചെയ്യുമ്പോഴൊക്കെ കിട്ടും. നമ്മൾ ചെയ്യുമ്പോൾ ജനങ്ങളുടെ അഭിപ്രായം പറഞ്ഞു വരികയാണ്. അത് വളരെ അതുകൊണ്ടാണ് ഞാനിതെടുത്ത് സൂചിപ്പിച്ചത്. ആര്യാടൻ മുഹമ്മദ് പഠിച്ച സ്കൂൾ ഉൾപ്പെടെ ഈ നിയോജകമണ്ഡലത്തിലെ വനാപായകരമെന്ന് പറഞ്ഞ് പൂട്ടാൻ പോയ സ്കൂളുകൾ ഇന്ന് ഒരുപക്ഷെ 2-4 കുട്ടികളുണ്ടായിരുന്ന സ്ഥാനത്ത് 100 കണക്കിന് കുട്ടികൾ ആ സ്കൂളിൽ വന്ന് അതിൽ വർണ്ണക്കൂടാരം മുതൽ ഹയർ സെക്കൻഡറി വരെ മുന്നോട്ട് കുട്ടികൾ വന്നൊരു അന്തരീക്ഷം ഈ സ്കൂളുകളിലെല്ലാം കാണാൻ കഴിഞ്ഞു. നാട്ടുകാർ വളരെ സന്തോഷത്തോടെ അത് കാണുന്നു. ടീച്ചേഴ്സ്, PT എല്ലാവരും ചേർന്ന് ആ പൊതു സാഹചര്യം വളർന്നു വന്നതിനെ അവർ നല്ല രൂപത്തിൽ കാണുന്ന ഒരു അന്തരീക്ഷമാണ് ഇങ്ങനെ എവിടെയും കാണാൻ കഴിയും. മലയോര കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാനാതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ പലരും പരിഹാരം കാണുന്ന രൂപത്തിലേക്ക് വരുന്ന ഒരു അന്തരീക്ഷം ഈ ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യം എടുത്തു പറയുന്നു. ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഇപ്പോൾ നിലമ്പൂർ മണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്നൊരു പ്രദേശമാണ് വയനാട് ജില്ല. അവിടെ ചൂരൽമലയും മുണ്ടക്കയിലും ഉണ്ടായ മഹാദുരന്തം സമാനതകളില്ലാത്തതായിരുന്നു നമുക്കറിയാം. ആ സമാനതകളില്ലാത്ത ദുരന്തം ഉണ്ടായപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഏറ്റവും കൂടുതൽ അനുഭവിച്ച
പ്രദേശമാണ് നിലമ്പൂർ. കാരണം ചാലിയാർ പുഴയിലേക്ക് ഞങ്ങളന്ന് ഇവിടെ 4 ദിവസം ആ സംഭവം ഉണ്ടായപ്പോൾ 4 ദിവസം ഉണ്ടായിരുന്നതാണ്. അന്ന് ഏറ്റവും കൂടുതൽ ശവശരീരങ്ങൾ പെറുക്കിയെടുത്തത് ചാലിയാർ പുഴയിൽ നിന്നാണ്. കുടൽ വേറെ, കൈ വേറെ, കാല് വേറെ, ഇങ്ങനെ വന്നിട്ടുള്ള ഹൃദയഭേദകമായ രംഗം, കരളലിയിപ്പിക്കുന്ന രംഗമായിരുന്നു അന്ന് കാണാൻ കഴിഞ്ഞത്. അതിലൊരുപാട് കാര്യത്തിൽ ഈ നിലമ്പൂർ പ്രദേശത്തെ ജനങ്ങൾ മുന്നോട്ട് വന്ന് ആ വലിയ രൂപത്തിലുള്ള ദുരന്തത്തിൽ രക്ഷാദൗത്യമായി പ്രവർത്തിച്ചവരാണ് ഇവിടെയുള്ള ജനങ്ങൾ. അവരുടെ മുമ്പിൽ ഉൾപ്പെടെ നമ്മൾ പറയുന്നൊരു കാര്യം, അവരും പറയുന്നൊരു കാര്യം, കേന്ദ്ര ഗവൺമെൻറ് ഇത്രയും സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ട് നാളിതുവരെ ഒരു നയാ പൈസ, ആകെ പ്രധാനമന്ത്രി ഇവിടെ വന്ന് സന്ദർശനം നടത്തിയെല്ലാം കണ്ടൊരു മഹാദുരന്തമാണെന്ന് പറഞ്ഞ് പോയതല്ലാതെ 1 രൂപ നാളിതുവരെ സഹായം തന്നെ തരാറില്ല. അതേസമയത്ത് ഉത്തരപൂർവ്വ ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ വെള്ളം ഇറങ്ങുന്നതിന് മുമ്പ് കൊടുത്ത അനുഭവം നമ്മുടെ രാജ്യം വലിയ വിവേചനമാണ്. ഹൈക്കോടതി ഉൾപ്പെടെ ഇപ്പോൾ ഇന്നലത്തെ ഹൈക്കോടതി ഞാനതാ പറയാൻ വന്നത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എത്രയോ പ്രാവശ്യം ഈ മഹാദുരന്തത്തെ സഹായിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവണമെന്ന രൂപത്തിൽ പല ഘട്ടങ്ങളിൽ സൃഷ്ടിപരമായ വിമർശനത്തിലൂടെ ഇയാൾക്ക് നിർദ്ദേശത്തിലൂടെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടും കേന്ദ്രം ഇതുവരെ മനസ്സ് തുറന്നില്ലെന്ന് മാത്രമല്ല, ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ഇന്നലത്തെ സുപ്രധാനമായൊരു വിധി ഞാനെടുത്ത് ചൂണ്ടിക്കാണിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഇന്ത്യൻ ഭരണഘടന 73 അനുച്ഛേദം അനുസരിച്ച് യഥാർത്ഥത്തിൽ ഇവിടുത്തെ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളായിട്ടുള്ള നാഷണലൈസ് ബാങ്കുകളിലൊക്കെ വായ്പകൾ എഴുതിത്തള്ളേണ്ടതാണ്. എടുത്തൊരു കാര്യം കൂടി കോടതി സൂചിപ്പിച്ചത് കേരള ബാങ്കിനെ മാതൃകയാക്കണമെന്ന് കൂടിയാണ്. അപ്പോൾ സഹകരണ മേഖലയ്ക്ക് അഭിമാനം നൽകുന്ന ഒരു പരാമർശം അതിനകത്ത് തോന്നി. കാരണം ഈ ദുരന്തമുണ്ടായപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് സഹകരണ മേഖലയിൽ നിന്നുകൊണ്ട് കേരള ബാങ്ക് അവിടെ ഉണ്ടായിരുന്ന ഏതാണ്ട് 600 ലക്ഷത്തിനടുത്ത് വരുന്ന വായ്പ പൂർണ്ണമായി എഴുതിത്തള്ളി അവിടുത്തെ കൃഷിക്കാരെയും ഇന്ന് ഒരുപക്ഷെ മരണപ്പെട്ടവരുടെ ആശ്രിതരെയും ആശ്വസിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള നടപടി സ്വീകരിച്ച് മാതൃകയായത് ഇന്ത്യയിൽ കേരളത്തിൽ സഹകരണ പ്രസ്ഥാനമാണ് കേരള ബാങ്കാണ്. ആ കേരള ബാങ്കിനെ മാതൃകയാക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇന്നലത്തെ സുപ്രധാനമായ വിധിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ചും കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരുപക്ഷെ ഇത് ചെയ്യാൻ കഴിയാത്ത കൂട്ടരെന്ന് പറയേണ്ടി വരും എന്നുവരെ കോടതി അവസാന ഘട്ടത്തിൽ ഒരു വാണിംഗ് രൂപത്തിൽ ഒരു പരാമർശം കൂടി നടത്തിയിരിക്കുന്നു എന്നുള്ളത്. ഇത്രയേറെ ബഹുമാനപ്പെട്ട കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ട് പോലും നാളിതുവരെ 1 രൂപ തരാനോ ആരെങ്കിലും സഹായിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്കിലെ പൊതുമേഖലാ ബാങ്കുകളോട് പറഞ്ഞ് ആ കടങ്ങളൊന്ന് റൈറ്റ് ഓഫ് ചെയ്യാൻ അവർ മുടക്കമില്ലാത്തതാണ്. കാരണം അവരിപ്പോൾ നമ്മൾ കണ്ടു മുമ്പ് ബഡ്ജറ്റിലെല്ലാം നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ധനകാര്യമന്ത്രി തന്നെ നമ്മുടെ രാജസ്ഥാനിൽ നിന്നുള്ള MP-യുടെ ചോദ്യത്തിന് മറുപടിയായി കഴിഞ്ഞ ബഡ്ജറ്റിൽ റൈറ്റ് ഓഫ് ചെയ്യുന്ന 6.5 ലക്ഷം കോടിയുടെ കാര്യം പറയുകയുണ്ടായി. NBA ആയി ഒരു 3 മാസം കഴിയുമ്പോൾ നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറഞ്ഞ് മാറ്റിയിട്ട് അത് NBA ആയി മാറുന്ന ബാങ്കുകൾക്ക് കൊടുക്കുന്ന കിട്ടാക്കടങ്ങൾക്ക് വേണ്ടി സഹായിച്ച ബഡ്ജറ്റേഡാണ് അവർ പറഞ്ഞത്. അത്തരത്തിൽ കോടിക്കണക്കിന് രൂപ, ലക്ഷം കോടി ഈ ബാങ്കുകൾക്കെല്ലാം കൊടുക്കുമ്പോൾ ഈ പാവപ്പെട്ട ഈ മണ്ണിനടിയിൽ പോയ അവരുടെ ആശ്രിതരായി ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കാൻ അവരുടെ വായ്പയെങ്കിലും എഴുതിത്തരണമെന്ന് പറഞ്ഞാൽ മനുഷ്യത്വപരമായൊരു സമീപനമല്ലേ? ആ മനുഷ്യത്വപരമായൊരു സമീപനത്തിൽ പോലും കേന്ദ്ര ഗവൺമെൻറ് ഇടപെടുന്നില്ല എന്നതാണ് കോടതി ഇത്തരം രൂക്ഷമായ ഭാഷയിൽ ഒരു വിമർശനാത്മകമായി തന്നെ ഇന്നലെ സുപ്രധാനമായി വിധിക്കുക.